ഇന്ന് നമുക്ക് അൽനൂർ ഐലൻഡ് വരെ ഒന്ന് പോയി വരാട്ടോ. ഷാർജയുടെ ഹാർട്ടായിട്ടുള്ള കാലിദ് ലഗൂണിലാണ് ഈ മാൻമെയ്ഡ് ഐലൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എത്തിയത് ഒരു സൺസെറ്റ് ടൈമിങ്ങിലായിരുന്നു. അതൊരു മാജിക്കൽ ടൈമിംഗ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിട്ടോ, ആ സീകളുടെ വ്യൂ ഒക്കെ ആയിട്ട്. പിന്നീട് നമ്മൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെഡസ്ട്രിയൻ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ ഈ ഐലൻഡിലോട്ട് എൻട്രി ചെയ്യുന്നത്. സൺസെറ്റ് ആയതുകൊണ്ട് തന്നെ ബേർഡ്സ് എല്ലാം കൂടിച്ചേക്കിരുന്ന ടൈമായിരുന്നു. ആകെ കലപില ശബ്ദമായിരുന്നു. നമ്മുടെ ഈ തിരക്കേറിയ സിറ്റി ലൈഫിൽ നിന്നൊക്കെയുള്ള ഒരു കാംഫുൾ ആൻഡ് പീസ്ഫുൾ എസ്കേപ്പാണ് അൽനൂർ ഐലൻഡിലോട്ടുള്ള ഒരു ട്രിപ്പ്. അവിടുത്തെ ആ നേച്ചറും അതുപോലെ തന്നെ ആർട്ടും മോഡേൺ ആർക്കിടെക്ചറിന്റെ ഭംഗിയും എല്ലാം കൂടി ബ്ലെൻഡ് ആയിട്ട് ഒരു മാജിക്കൽ പ്ലേസ്. ഈ ഗോൾഡൻ ബിൽഡിംഗ് കണ്ടോ, ഇതിന് താഴെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഹൗസ് വരുന്നത്. ലോകത്തിലെ തന്നെ വിവിധ ഇനം ബട്ടർഫ്ലൈസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് പ്ലാന്റ്സിന്റെ കാര്യം എടുത്താലും ഒരുപാട് ഇനം ട്രീസും പ്ലാന്റ്സും പല ഇടങ്ങളിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്നതാണെന്നാണ് പറയപ്പെടുന്നത്. കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാനായിട്ട് ഇവിടെ നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ആണ് ആർട്ട് ഇൻസ്റ്റാളേഷൻ, അതുപോലെ തന്നെ ലിറ്ററേച്ചർ പവലിയൻ, ഗ്ലോ ഗാർഡൻ ഇവയെല്ലാം. പിന്നീട് ഈ നടപ്പാതയിലൂടെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങി കേട്ടോ. അവിടുത്തെ ആ പച്ചപ്പും ഹരിതാവും തന്നെയാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് വീണ്ടും ആകർഷിക്കുന്നത്. നമ്മളിവിടെ 3rd ടൈമാണ് ഇപ്പോൾ വിസിറ്റ് ചെയ്യുന്നത്. 2 ടൈംസ് മുന്നേ ബട്ടർഫ്ലൈ ഹൗസിൽ വിസിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇത്തവണ അവിടെ ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ നമ്മൾ UAE തന്നെയാണോ എന്നാണ് ഡൗട്ട്. ഇത്ര ഭംഗിയായിട്ടാണല്ലേ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഐലൻഡും അതുപോലെ തന്നെ ഈ വാട്ടർ ഏരിയയും എല്ലാം മാൻമെയ്ഡ് ആണ് കേട്ടോ. ഇവിടെ പിന്നെ കാറ്റസ് ഗാർഡൻ, മീസ് ഗാർഡൻ, അങ്ങനെ ഒരുപാട് പച്ചപ്പിന്റെ ലോകം തന്നെയാണ്. പച്ചപ്പും ഹരിതാപവും ഒക്കെ ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങോട്ടൊരു ദിവസത്തേക്കുള്ള ട്രിപ്പ് നല്ലതായിരിക്കും കേട്ടോ. പിന്നീട് ഇവിടുത്തെ ആർട്ട് ഇൻസ്റ്റാളേഷൻ ആണ് മെയിൻ അട്രാക്ഷൻസ്. അതിൽ മെയിൻ ആണ് ഓവോ ഇൻസ്റ്റാളേഷൻ. അത് നമുക്ക് വഴിയെ കാണാം കേട്ടോ. പിന്നീട് ബീച്ചിലോട്ടുള്ള ഒരു നടപ്പാത നമ്മൾ കണ്ടു. അവിടെ ഡിന്നറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിന് ടിക്കറ്റ് പ്രൈസിന് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇത്തവണ വന്നത് ഗ്രൂപ്പ് ഓണിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അഡൽട്സിന് 32 ദിർഹംസേ ആയിട്ടുള്ളൂ. ഇവിടെ 35 ആണ് ബട്ടർഫ്ലൈ ഹൗസ് ഇൻക്ലൂഡഡ് അല്ലാതെ വരുന്നത്. ബട്ടർഫ്ലൈ ഹൗസ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ 50 ദിർഹംസും കുട്ടികൾക്ക് 20 ദിർഹംസ് ആണ് വരുന്നത് കേട്ടോ. വീക്കെൻഡ്സിൽ 9 to 12 വരെയുമാണ് ടൈമിങ്. വീക്ക് ഡേയ്സിൽ 9 to 11 വരെയും. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആണ് 12 വരെ ഉള്ളത് കേട്ടോ. പിന്നീട് ഈ നടപ്പാത കണ്ടോ, ഈ വാക്ക് വേ, ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആദ്യനും ഉണ്ണിക്കും മെയിനായിട്ട് ഇങ്ങോട്ട് വരാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്ലേ ഗ്രൗണ്ടും ഈ നടപ്പാതയൊക്കെ തന്നെയാണ്. പിന്നെ ഗ്ലോ ഗാർഡൻസ് ഓൺ ആയിട്ടുണ്ട്. സൺസെറ്റോട് കൂടി തന്നെ ഇവിടെ ഗ്ലോ ഗാർഡൻസ് ഓൺ ആവട്ടോ. അതായത് LED ലൈറ്റിന്റെ ഒരു മാന്ത്രിക ലോകം. അതുപോലെ തന്നെ ലിറ്ററേച്ചർ പവലിയനിൽ സ്ലോ മ്യൂസിക്സ് എല്ലാം പ്ലേ ചെയ്യും. അപ്പൊ നമുക്ക് റീഡ് ചെയ്യണവർക്കൊക്കെ നല്ലൊരു ഏരിയ ആണ് അവിടെ. അതുപോലെ തന്നെ ലൈറ്റ്സും, നമ്മുടെ ഈ നൈറ്റ് ലൈറ്റ്സ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൺസെറ്റോട് കൂടി വരിക തന്നെയായിരിക്കും കേട്ടോ നല്ലത്. പിന്നീട് ഇത് ഇവിടുത്തെ ഒരു ഐറ്റിനറി ഏരിയ ആണ്, സ്വിങ് ഏരിയ. ഇവിടെ ഇപ്പോൾ ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെ നടന്ന് നീങ്ങിട്ടോ. എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി അവസാനത്തോടു കൂടി വരാമെന്ന് കരുതി നമുക്ക് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഇങ്ങോട്ടേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലോസിങ്ങോട് കൂടി ഇറങ്ങാമെന്നാണ് നമ്മുടെ അജണ്ട. നൈറ്റ് ആയപ്പോഴേക്കും കണ്ടോ, ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ട്. ഇതിന്റെ ഭംഗിയും ഒന്ന് വേറെ തന്നെ. പിന്നീട് നമ്മൾ പ്ലേ ഗ്രൗണ്ടിലേക്ക് നടന്നു കഴിഞ്ഞിട്ടോ. അവിടെ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാണ്, അവര് ഹാപ്പി ആവണ്ടേ. അങ്ങനെ കുറച്ചു നേരമൊക്കെ അവിടെ കളിച്ചതിന് ശേഷമാണ് ഞാനൊന്ന് ആകാശത്തേക്ക് നോക്കിയത്. എന്തും ഒരു ഭംഗി തോന്നിയ ക്ലൗഡ്സിന്റെ ഇടയിലൂടെയൊക്കെ മൂണിനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നീട് അവിടെ കുറച്ചു നേരം ഇരുന്നപ്പോഴേക്കും എൻ്റെ ഉള്ളിലെ കുട്ടിയും ഉണർന്നു കേട്ടോ. ഞാനും അവരുടെ കൂടെ കൂടാൻ തുടങ്ങി. കളിക്കളത്തിലേക്ക് ഇറങ്ങി റോപ്പൊക്കെ പിടിച്ച് മെല്ലെ നടന്നു നോക്കി. പിന്നീട് അവിടെ ഒരു സ്വിങ് അല്ല, അതുപോലെ എന്തോ ഉണ്ടായിരുന്നു. അതിലും ഒന്ന് നമ്മൾ പരീക്ഷിച്ചിട്ടോ. അങ്ങനെ ഞാനും ഹാപ്പി. പിന്നീട് നമ്മൾ നേരത്തെ കണ്ട സ്വിങ് ഏരിയ ഇല്ലേ, ഐറ്റിനറി പോയിന്റ് എന്ന് പറഞ്ഞത്, അങ്ങോട്ട് എന്തായി, ക്രൗഡൊക്കെ മാറിയോ തിരക്കൊക്കെ മാറിയോ എന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. അപ്പൊ നോക്കൂ, ഇവിടെ നിന്ന് കാണാൻ എന്ത് രസമാണല്ലേ ആ സിറ്റി ലൈഫ്. അതായത് പച്ചപ്പും ഹരിതാപത്തിൽ നിന്നും നേരെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു സിറ്റി ലൈഫ്, രണ്ടും ഓപ്പോസിറ്റ് പാർട്ടല്ലേ. ഇതൊരു മാൻമെയ്ഡ് ഐലൻഡ് ആണെന്ന് അറിഞ്ഞപ്പോ ഒന്നും കൂടെ കൗതുകമായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ അവിടെ കുറെ നേരമൊക്കെ ആളും തിരക്കും
ഒന്നുമില്ലാത്ത സുഖമായിട്ട് അവിടെ ഇരുന്നു കുറച്ചു നേരം. അങ്ങനെ സ്വിങ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇൻസ്റ്റാളേഷൻ കണ്ടുപെട്ടത്. നൈറ്റിൽ എന്ത് ഭംഗിയായിട്ടാണല്ലേ ഒരുങ്ങി നിൽക്കുന്നത്, ലൈറ്റ്സ് ഒക്കെ ആയിട്ട്. ഇത് വുഡ്സും LED ലൈറ്റ്സ് കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് കേട്ടപ്പോൾ ഒന്നും കൂടെ അത്ഭുതം. പിന്നീട് ഗ്ലോ ഗാർഡൻസ് കാണാനിടയായി. നൈറ്റിലൂടെ നടക്കുമ്പോഴുള്ള ഭംഗിയും ഒന്ന് വേറെ തന്നെ. ഇനി ഡേ ലൈറ്റിലും കൂടെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. മുന്നൊരു തവണ വന്നെങ്കിലും ഇനി വരികയാണെങ്കിൽ ഞാൻ ഡേ ലൈറ്റിന്റെ ബ്ലോഗ് കൂടി ചെയ്യാട്ടോ. അല്ലൂർ മോസ്കിന്റെ ബിഹൈൻഡിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പെഡസ്ട്രിയൻ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിലൂടെയാണ് നമ്മൾ അല്ലൂർ ഐലൻഡിലോട്ട് എൻ്റർ ചെയ്യാവുന്നത്. അതിലൂടെയുള്ള ആ വാക്കും കാഴ്ചകളും അതിമനോഹരം തന്നെ കേട്ടോ. അങ്ങനെ ഒരുപിടി ഓർമ്മകളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ.